ഹൈദരാബാദ് HSBCയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ നവ്യ ഹരിദാസ് കോഴിക്കോട് കോർപ്പറേഷനിലെ കാരപ്പറമ്പ് വാർഡിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ എതിരാളികൾ അവരെ കണക്കിലെടുത്തില്ല. കോൺഗ്രസിൻ്റെ കുത്തക വാർഡ് സുരക്ഷിതമായിരിക്കുമെന്നും ഒരു അട്ടിമറിയും ഉണ്ടാകില്ല എന്ന് അവർ വിശ്വസിക്കുകയായിരുന്നു. എന്നാൽ രാഷ്ട്രീയ കേരളത്തിന് ഒരു യുവ വനിതാ നേതാവിനെ സംഭാവന ചെയ്ത് 2015 തെരഞ്ഞെടുപ്പിൽ 120 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് നവ്യ ഹരിദാസ് അട്ടിമറി വിജയം നേടുകയായിരുന്നു. തൊണ്ടയോട് ചിന്മയ വിദ്യാലയത്തിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസവും KMCT എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് BTech ബിരുദവും നേടിയ നവ്യ ഹരിദാസ് തന്നെ വിജയിപ്പിച്ച വോട്ടർമാരെ ഒരിക്കലും മറന്നില്ല. വികസനത്തിൻ്റെ പുതിയ ചരിത്രം രചിച്ച നവ്യയെ 2020 വാർഡിലെ ജനങ്ങൾ വിജയിപ്പിക്കുകയായിരുന്നു 500-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന്. മൂന്നാം അംഗത്തിൻ്റെ തിരക്കിലാണ് മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ കൂടിയായ നവ്യ ഹരിദാസ്. കോഴിക്കോട് കോർപ്പറേഷൻ കുത്തകയാക്കിയ ഇടതുമുന്നണി ഭരണത്തിൻ്റെ വികസന വിരുദ്ധ സമീപനത്തിനെതിരെ കൗൺസിലിലും പുറത്തും സമരം നയിച്ചതിൻ്റെ ചരിത്രവുമായിട്ടാണ് നവ്യ വോട്ട് തേടുന്നത്. 2021 കോഴിക്കോട് സൗത്ത് നിയമസഭാ മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരം സൃഷ്ടിച്ച് 20% വോട്ട് നേടി ഇരു മുന്നണികളെയും ഞെട്ടിച്ച നവ്യ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ പ്രിയങ്ക വാന്ദ്രയ്ക്കെതിരെ പോരാട്ടത്തിലും വലിയ മുന്നേറ്റം തന്നെയാണ് ഉണ്ടാക്കിയത്. ദേശീയ ശ്രദ്ധ നേടിയ ആ മത്സരം നവ്യയുടെ രാഷ്ട്രീയ യാത്രയിൽ വലിയ നാഴികക്കല്ലായി മാറുകയായിരുന്നു. വയനാട് നവ്യയ്ക്ക് ഒരു തെരഞ്ഞെടുപ്പ് മണ്ഡലം മാത്രമായിരുന്നില്ല. ഇരു മുന്നണികളും കേരളത്തിലെ അടിസ്ഥാന ജനതയെ വഞ്ചിച്ചതിൻ്റെ നേർസാക്ഷ്യത്തെ ഗോത്രവർഗ സമൂഹത്തിൻ്റെ ജീവിതാവസ്ഥകളിലൂടെ അവർ തിരിച്ചറിയുകയായിരുന്നു. പട്ടികവർഗ കോളനികളിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും നരക ജീവിതം തിരിച്ചറിഞ്ഞു. ചൂരൽമല മുണ്ടക്കൈ ദുരന്ത മേഖലയിൽ സഹായ ഹസ്തവുമായി സജീവമായിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം വയനാടൻ ജനതയുടെ ജീവിത ആവശ്യങ്ങളുമായി ചേർന്ന് നിൽക്കുന്നു. ഇരുത്തം വന്ന രാഷ്ട്രീയ നേതാവിൻ്റെ കരുത്തുമായിട്ടാണ് കാരപ്പറമ്പിലെ വോട്ടർമാരെ തേടി ഈ യുവ നേതാവ് മൂന്നാം തവണ എത്തുന്നത്. വാർഡിൻ്റെ മുഖച്ഛായ മാറ്റിമറിക്കുകയായിരുന്നു 10 വർഷങ്ങളിലൂടെ. അടിസ്ഥാന സൗകര്യ വികസനത്തിനായിരുന്നു മുൻതൂക്കം നൽകിയത്. പീപ്പിൾസ് റോഡിൽ പഴയ ഡ്രെയിനേജ് പകരം കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ 5 കോടി രൂപ ചെലവഴിച്ച് നവീന ഡ്രെയിനേജ് സംവിധാനം കൊണ്ടുവന്നതോടെ പതിറ്റാണ്ടുകളുടെ പ്രശ്നമാണ് പരിഹരിച്ചത്. കൈതവയൽ, മാറാട് പ്രത്യേക കോടതി എന്നിവയുടെ സമീപത്തെ വെള്ളക്കെട്ട് പരിഹരിക്കാനും ജലജീവൻ മിഷനിലൂടെ 90% കുടിവെള്ള കണക്ഷൻ ലഭ്യമാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. വീടില്ലാത്തവർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ വീട് ലഭ്യമാക്കി. കേന്ദ്ര പദ്ധതികളടക്കം ജനങ്ങളുടെ ദൈനംദിന ജീവിതം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നവ്യയെ ശ്രദ്ധേയമാക്കിയത്. കോവിഡ് മഹാമാരി കാലത്ത് മാതൃകാപരമായ പ്രവർത്തനമാണ് ഈ വാർഡിൽ ഉണ്ടായത്. സിംഗപ്പൂർ മറൈൻ എഞ്ചിനീയറായ ഭർത്താവ് ഷോബിൻ ശ്യാം നവ്യയുടെ പൊതുപ്രവർത്തനത്തിന് നല്ല പിന്തുണ നൽകുന്നുണ്ട്. മക്കളായ 10ാം ക്ലാസ് വിദ്യാർത്ഥി സ്വാദിക് ഷോബിൻ, 4ാം ക്ലാസ് വിദ്യാർത്ഥി ഇഷാന ഷോബിൻ എന്നിവർ മലാപ്പറമ്പ് ദേവാസ്യ വിദ്യാലയത്തിലാണ് പഠിക്കുന്നത്. 10 വർഷത്തെ വികസനത്തിന് തുടർച്ചയായി കാരപ്പറമ്പിനെ നഗരത്തിലെ സ്മാർട്ട് വാർഡാക്കാനാണ് നവ്യ ലക്ഷ്യമിടുന്നത്. അംഗനവാടികൾ മുതൽ വയോജന സൗഹൃദ ഇടങ്ങൾ വരെയുള്ള വിവിധ പദ്ധതികൾ ഇതിനായി ആവിഷ്കരിക്കും. മാലിന്യ സംസ്കരണത്തിനും സമ്പൂർണ്ണ ശുചിത്വത്തിനും ഊന്നൽ നൽകി വാർഡിനെ പരിസ്ഥിതി സൗഹൃദ മേഖലയാക്കാൻ MCF സംവിധാനം സ്ഥാപിക്കുമെന്നും ഉറപ്പ് നൽകുന്നുണ്ട്. രാഷ്ട്രീയ വിവേചനം കൊണ്ട് പദ്ധതി വീതം അനുവദിക്കുന്നതിൽ ഇടതുഭരണത്തിൻ്റെ അവഗണനയേറ്റ വാർഡാണ് എന്നുണ്ടെങ്കിലും കോഴിക്കോട് കോർപ്പറേഷനിൽ ഏറ്റവും വികസിച്ച വാർഡ് എന്നുള്ള ബഹുമതിയോടെയാണ് നവ്യ ഹരിദാസ് താമര ചിഹ്നത്തിൽ ഇത്തവണ വോട്ട് നേടുന്നത്.